ആലുവ ഊമൻകുഴിത്തരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജനപ്രിയ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഹാളിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സംഗമം ആലുവ സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ബഷീർ ഫൈസി ഉദ്ഘാടനം ചെയ്തു. തന്നെ ചീത്ത വിളിച്ച ആളെ പോലും ഞാൻ ഒരു നോമ്പുകാരനാണെന്ന് മറുപടി പറഞ്ഞ് പട്ടിണി കിടന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും തൊട്ടറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംവിധാനമാണ് വ്രതം എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് നോമ്പ് മാസം എന്ന് നിങ്ങൾക്കറിയാം. ഖുർആൻ ലോകത്തോട് വന്ന് പറഞ്ഞത് 6-ാം നൂറ്റാണ്ടിലെ ഇരുണ്ട മനുഷ്യന്മാരോട് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യമായി ഈ സൂക്തം അവതരിപ്പിക്കപ്പെടുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.എസ്. സാനു അധ്യക്ഷത വഹിച്ചു. സ്വയം ആത്മസമർപ്പണം ചെയ്ത് അവരെ നവീകരിക്കുന്ന സമയത്ത് അവരോടുള്ള നമ്മുടെ സാഹോദര്യവും പരിഗണനയും പ്രകടിപ്പിക്കാനാണ് നമ്മളിതുപോലുള്ള പരിപാടികൾ നടത്തുന്നത്. ഇപ്പോൾ അവസാനം എല്ലാ സംഘടനകളും കുടുംബ യൂണിറ്റുകളും ഒക്കെ പിന്നെ നോമ്പ് പിടിക്കുന്നവരെ അത്ര ഓരോ വീടുകളിൽ ദിവസം നോമ്പ് തുറക്കുന്നുണ്ട്. അപ്പൊ അതില് നമ്മളും പങ്കാളിയാകുന്നു, അവരുടെ ആത്മസമർപ്പണത്തിൽ നമ്മളും പങ്കാളിയാകുന്നു. അതിനുവേണ്ടിയാണ് നടത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. DIFRA പ്രസിഡന്റ് CM ഹൈദരലി ഇഫ്താർ സന്ദേശം നൽകി. അസോസിയേഷൻ സെക്രട്ടറി വി വിശ്വംഭരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ DIFRA വൈസ് പ്രസിഡന്റ് കെ ജയപ്രകാശ്, ബീഡ്സ് ആൻഡ് ബൈറ്റ്സ് ടെക്നിക്കൽ അക്കാദമി ഡയറക്ടർ സ്മിത ബൈജു, അസോസിയേഷൻ രക്ഷാധികാരികളായ CJ ജോയ്, രവി കാവലഞ്ചേരി, അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ ഓമന സുബൻ, KV ദീപകുമാർ, അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സിന്ധു ബിജു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.